സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട ചില നിയമവശങ്ങളാണ് കേട്ടോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. നിയമം പറയുമ്പോൾ ആർക്കും ഇഷ്ടമില്ല കേൾക്കാൻ, പക്ഷേ ഇത് കേട്ടേ പറ്റൂ. ഈ കഥകൾ നിങ്ങൾ അറിയണം, അതിന് വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. ഒരു കഥയായിട്ട് തന്നെ പറയാം ഞാൻ. ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽപ്പെട്ട ഒരു 40-45 വയസ്സുള്ള ഒരു ലേഡി പെട്ടെന്ന് ദുബായിൽ ജീവിച്ചുകൊണ്ടിരുന്നവർ പെട്ടെന്ന് ഹസ്ബൻഡിന് വയ്യാണ്ടായി നാട്ടിൽ വരുന്നു. ഹസ്ബൻഡ് ഈസ് നോ മോർ ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭർത്താവിൻ്റെ പേരിൽ ഉള്ള ചില വസ്തുക്കൾ, അതായത് കുറച്ച് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ട്, പിന്നെ വീടുണ്ട്, ഇതൊക്കെ എങ്ങനെയായിരിക്കും ആ സ്ത്രീയിലേക്ക് വന്ന് ചേരുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാവോ? ക്രിസ്ത്യൻ നിയമപ്രകാരം അദ്ദേഹത്തിൻ്റെ മകൻ, ഈവൻ ഹിന്ദു നിയമപ്രകാരവും അദ്ദേഹത്തിന് അമ്മയുണ്ടെങ്കിൽ ആ അമ്മയ്ക്ക് ഒരു ഇൻഹെറിറ്റൻസ് കിട്ടും. എങ്ങനെയാണെന്ന് വെച്ചാൽ മകൻ പോയി കഴിഞ്ഞാൽ അമ്മമാർ ഈ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റിൽ അമ്മമാരുടെ പേര് വരും. അതുകൊണ്ട് ആ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റിൽ ഈ അമ്മമാരുടെ പേര് വരുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും നല്ല അമ്മമാരാണെങ്കിൽ അത് അങ്ങോട്ട് എഴുതി കൊടുത്തേക്കും മകൻ്റെ ഭാര്യയ്ക്കും അവരുടെ കുഞ്ഞുങ്ങൾക്കും വേണ്ടി. അതല്ല, ഒരു ചില അമ്മമാരുണ്ടല്ലോ, ഇങ്ങനെ ഒരുപക്ഷെ അവർക്കൊരു മകളുണ്ടാകാം, ആ മകൾക്ക് അത്രയും സ്വത്തുക്കൾ ഇല്ലായിരിക്കാം ഈ മകൻ്റെ ഭാര്യയുടെ അത്രയോ അല്ലെങ്കിൽ മകൻ്റെ അത്രയോ. സ്വാഭാവികമായിട്ടും ആ അമ്മ നല്ലവളാണോ ചെക്കെട്ടവളാണോ എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, ഒരു പക്ഷേ ആ മകൾക്ക് അത് എഴുതി കൊടുത്തേക്കാം. നിങ്ങൾ കഷ്ടപ്പെട്ട്, നിങ്ങളുടെ ഭർത്താവ് കഷ്ടപ്പെട്ട് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് ഇതിൻ്റെ ഒരു പങ്ക് പെങ്ങൾക്കോ അല്ലെങ്കിൽ ബ്രദറിൻ്റെ മക്കൾക്കോ ഒക്കെ പോയേക്കാം. സോ ഒരു വക്കീലിനെ കണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വിൽപത്രം എഴുതി വെച്ചിക്കുക. ആരാണെങ്കിലും, ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും. മുസ്ലിംസിൻ്റെ കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി പറയാത്തത്. ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും ഒരു വിൽപത്രം തീർച്ചയായിട്ടും എഴുതുക. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അന്യോന്യം ഒരു വിൽപത്രം എഴുതി വെക്കുക. നിങ്ങൾക്ക് കാലശേഷം നിങ്ങളുണ്ടാക്കിയ സ്വത്തുക്കൾ നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ ആരാണ് ആദ്യം പോകുന്നത് അവരെഴുതണം. ദ സർവൈവർ ഷുഡ് ഗെറ്റ് ദ പ്രോപ്പർട്ടി എന്ന് എഴുതി വെച്ചിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ വളരെ മോശമാണ് ഇന്നത്തെ എന്താ പറയണേ അവസ്ഥകൾ. പലരും അതിൽ പിടയ്ക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ കറക്റ്റായിട്ട് ആ നിയമം പ്രാക്ടീസ് ചെയ്യുന്നവരുടെ അടുത്ത് പോയി പറയുക. ഞാനൊരു ചെറിയ ഹിൻ്റായിട്ട് ഇവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ബിക്കോസ് ഞാൻ കാണുകയാണ് അവർ കിടന്ന് പെടാപ്പാട് വിടുകയാണ് കേട്ടോ. ഈവൻ നോമിനി വെച്ചാൽ പോലും അവരങ്ങനെ ചെയ്യും. ഈ ബാങ്കുകാർ പറയും ലീഗൽ ഹെയർഷിപ്സ് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അതിനൊരു വിൽപത്രം എഴുതി വെക്കണം. 50 ലക്ഷം രൂപയാണ് നോമിനി ആണെങ്കിൽ ആ നോമിനിക്ക് തന്നെ അത് കിട്ടണമെങ്കിൽ വിൽപത്രം വേണം. ചുമ്മാതെ നോമിനിക്ക് അത് എടുക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഞാൻ എൻ്റെ ഈ ചാനലിൽ തന്നെ ഞാൻ ഒരു വലിയ കഥ പറഞ്ഞിട്ടുണ്ട്, പഴയ ഒരു കഥ, ഈ അമ്മായിയമ്മയും മരുമോളും കൂടി വഴക്കിടുന്നത്. സോ ബിവെയർ, നിയമം പഠിക്കണം കേട്ടോ.